ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഉന്നതതല വ്യാപാര ചർച്ചകളിൽ കാർഷിക പാലുൽപ്പന്ന മേഖലകൾ ഒരു പ്രധാന വിഷയമാണ്. അമേരിക്കൻ പാലിനും പാലുൽപ്പന്നങ്ങൾക്കുമായി ഇന്ത്യൻ വിപണി തുറന്നുകൊടുക്കാൻ യുഎസ് ശക്തമായി ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഇന്ത്യൻ കർഷകരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുമെന്ന നിലപാടിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുകയാണ്. ഈ ചർച്ചകളിലെ ഒരു പ്രധാന തർക്ക വിഷയമാണ് നോൺ വെജ് പാൽ. എന്താണ് ഈ നോൺ വെജ് പാൽ എന്ന് സംശയം തോന്നിയേക്കാമല്ലേ? മാംസവും മൃഗങ്ങളുടെ രക്തവും ചേർത്ത കാലിത്തീറ്റ നൽകുന്ന പശുക്കളിൽ നിന്നുള്ള പാലിനെയാണ് ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത്. അമേരിക്കയിൽ കോഴി, പന്നി, പശു, കുതിര തുടങ്ങിയ മൃഗങ്ങളുടെ മാംസവും രക്തവും കാലിത്തീറ്റയായി ഉപയോഗിക്കുന്നത് സാധാരണമാണ്. എന്നാൽ ഇറക്കുമതി ചെയ്യുന്ന പാൽ നോൺ വെജ് അല്ലെന്ന് ഉറപ്പുവരുത്തുന്നതിനായി കർശനമായ സർട്ടിഫിക്കേഷൻ നിർബന്ധമാക്കുന്നതിൽ ഇന്ത്യ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. മാംസാഹാരം നൽകുന്ന പശുക്കളിൽ നിന്നുള്ള പാൽ ഇന്ത്യൻ വിപണിയിൽ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കി കഴിഞ്ഞു. കാരണം ഇന്ത്യയിലെ ദൈനംദിന മതപരമായ ആചാരങ്ങളുടെ അവിഭാജ്യ ഘടകമാണ് പാൽ ഉൽപ്പന്നങ്ങൾ. ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അജയ് ശ്രീവാസ്തവ PTI വാർത്താ ഏജൻസിയോട് പറഞ്ഞതുപോലെ മാംസാഹാരം നൽകുന്ന പശുക്കളുടെ പാലിൽ നിന്നുണ്ടാകുന്ന വെണ്ണയും മറ്റു ഉൽപ്പന്നങ്ങളും ഇന്ത്യയിൽ ചിന്തിക്കാൻ പോലും സാധ്യമല്ല. മറുവശത്ത് ക്ഷീര കാർഷിക മേഖലകളിൽ ഇന്ത്യ ഇടപെടരുതെന്നും ഇത് അനാവശ്യമായ വ്യാപാര തടസ്സങ്ങൾ സൃഷ്ടിക്കുമെന്നുമാണ് അമേരിക്കയുടെ വാദം. ലോകത്തിലെ ഏറ്റവും വലിയ പാൽ ഉൽപാദക രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. പാലും പാൽ ഉൽപ്പന്നങ്ങളും ഇറക്കുമതി ചെയ്യുന്നത് ദശലക്ഷക്കണക്കിന് ചെറുകിട ക്ഷീര കർഷകരെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ വിലയിരുത്തൽ. ഇന്ത്യയിൽ 80 ദശലക്ഷത്തിലധികം ആളുകൾ ഉപജീവനം നൽകുന്ന മേഖലയാണ് ക്ഷീരമേഖല. നിലവിൽ ഇന്ത്യ പാലുൽപ്പന്നങ്ങൾക്ക് ഉയർന്ന ഇറക്കുമതി തീരുവ ചുമത്തുന്നുണ്ട്. ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ചീസിന് 30%, വെണ്ണയ്ക്ക് 40%, പാൽപ്പൊടിക്ക് 60% എന്നിങ്ങനെയാണ് ഈ തീരുവ. ഇതിനു പുറമെ ഇന്ത്യൻ മൃഗസംരക്ഷണ ക്ഷീര വികസന വകുപ്പ് ഭക്ഷ്യ ഇറക്കുമതിക്ക് വെറ്റിനറി സർട്ടിഫിക്കേഷൻ നിർബന്ധമാക്കുന്നു. ഇത് മാംസാഹാരം നൽകാത്ത പശുക്കളുടെ ഉൽപ്പന്നങ്ങളായിരിക്കണമെന്നും നിഷ്കർഷിക്കുന്നു. ഇന്ത്യയിലെ ക്ഷീരമേഖലയുടെ മൂല്യം $16.8 ബില്യൺ ആണ്. US പാലുൽപ്പന്നങ്ങൾക്ക് വിപണി തുറന്നു കൊടുക്കുന്നത് ആഭ്യന്തര വിലകൾ കുറയ്ക്കാൻ ഇടയാക്കുമെന്നും ഇത് പ്രാദേശിക കർഷകർക്ക് വലിയ നഷ്ടമുണ്ടാക്കുമെന്നും ആശങ്കയുണ്ട്. ചുരുക്കത്തിൽ നോൺ വെജ് പാൽ എന്ന വിഷയത്തിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുന്നതിന് പിന്നിൽ മതപരവും സാമ്പത്തികവുമായ നിരവധി കാരണങ്ങളുണ്ട്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിവരങ്ങളുമായി വീണ്ടും കാണാം.